ഹലോ, ഇന്നൊരു മധുരമുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതൊരു സൂപ്പർ ഐറ്റം തന്നെയാണ്. ഇത് ഉണ്ടാക്കി നോക്കിയാൽ ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. മധുരമൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും കേട്ടോ. അതേപോലത്തെ ഒരു ടൈപ്പ് ബോളാണ് ഇതിലുള്ളത്. നമ്മൾ ചവ്വരി അല്ലെങ്കിൽ സാബൂനരി ആ അരിനോടാണ് നമ്മളിത് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിടണം. എന്നിട്ട് നമ്മൾ മൂടി മാറ്റുമ്പം അത് നല്ല കുതിർന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ സാബൂനരി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ അരിപ്പൊടിയൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം കേട്ടോ. വല്ലാതെ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. വല്ലാതെ അരച്ച് പേസ്റ്റാക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ എൻ്റെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വെള്ളം കൂടി പോവാതെ നോക്കണേ നമ്മൾ അതിലേക്ക് സോക്ക് ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ ഞാൻ രണ്ട് കയ്യിലും പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് നെയ്യ് തടവിയിട്ടാണ് ഇങ്ങനെ ബോളാക്കി എടുത്തത്. എന്നിട്ട് ആ ബോളൊക്കെ നമ്മൾ പാല് തിളപ്പിച്ച ശേഷം അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ കൂടി ഒട്ടി പിടിക്കുക. എന്നിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടി, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാരേൻ്റെ പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചൊരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പാലാവുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ തുറന്നിട്ട്, അല്ലെങ്കിൽ അടിയിൽ അങ്ങനെ കട്ട പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് പാലിലേക്ക് കസ്റ്റാർഡ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലാസ്റ്റ് ആകുമ്പം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇട്ടത് കൊണ്ട് തന്നെ ഇത് കുറച്ച് ക്രീമിയായി കട്ടയായിട്ട് ഇരിക്കും കേട്ടോ ലാസ്റ്റ്. അപ്പോൾ കുറച്ച് വെള്ളത്തോടെ ആകുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണേ. ലാസ്റ്റ് കുറച്ച് പിസ്തയും കൂടെ പൊടിച്ചിട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ കഴിയില്ല. അത്രയും നല്ല സോഫ്റ്റ് ബോൾസാണ് ഇതിലുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.